ആലപ്പുഴ ജില്ലയിലെ ചാരുമൂടിനടുത്തുള്ള ആദിക്കാട്ട് കുളങ്ങര എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സ്വകാര്യ സ്കൂളിൽ പഠിക്കുന്ന 4ാം ക്ലാസ്സുകാരി 9 വയസ്സുള്ള ഒരു പെൺകുഞ്ഞ്. ആ കുട്ടിയുടെ ഒരു അനുഭവകഥ നമ്മളെല്ലാം കണ്ടു ഇന്നലെ. പത്രങ്ങളൊക്കെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ കത്ത്, അത് എഴുതിയ ഒരു കത്തുണ്ട്, എൻ്റെ അനുഭവം എന്നുള്ള തലക്കെട്ട് കൊടുത്തിട്ട് ആ കുട്ടി എഴുതിയേക്കുന്നത് കഥയല്ല, അതിൻ്റെ അനുഭവമാണ്, അതിൻ്റെ യാതനകളും വേദനകളുമാണ് അതിനകത്ത് എഴുതിയേക്കുന്നത്. ആ എഴുത്തിനകത്ത് അത് കണ്ണ് നിറയാതെ ആർക്കും, മനുഷ്യനായിട്ടുള്ള ഒരാൾക്കും വായിച്ച് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ആ കുട്ടി ബുധനാഴ്ച സ്കൂളിൽ ചെല്ലുന്നു. ഇന്നലെ സ്കൂളിൽ ചെന്നപ്പോൾ നോക്കിയപ്പോൾ അതിൻ്റെ മുഖത്ത് പാടുകൾ, അടിയേറ്റതിൻ്റെയൊക്കെ പാട്. അത് അധ്യാപകർ അന്വേഷിച്ചപ്പോഴാണ് ഇതിൻ്റെ ദുരിതപൂർണമായ ജീവിത കഥ വെളിയിലേക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെ ബുക്ക് പരിശോധിച്ചപ്പോൾ, നോട്ട്ബുക്ക് പരിശോധിച്ചപ്പോൾ അതിനകത്ത് എഴുതി വെച്ചേക്കുന്ന വരയിട്ട ഒരു പേപ്പറിൽ, ഒരു ഷീറ്റ് പേപ്പറിൽ എഴുതി വെച്ചേക്കാണ്, ഒരു ബുക്കിൻ്റെ പേജിൽ എഴുതി വെച്ചേക്കാണ് ഈ എൻ്റെ അനുഭവം എന്നുള്ള തലക്കെട്ടിൽ. അത് തെറ്റില്ലാതെ എഴുതിയിട്ടുണ്ട് ആ കുഞ്ഞ്, ആ കത്ത്. അപ്പോൾ അത് എഴുതിയേക്കുന്ന അതെന്ന് നമുക്ക് അത്ര സങ്കടം വരും അത് കണ്ടാൽ, അത് വായിച്ചാൽ. ഈ കുഞ്ഞ് ജനിച്ച് 9ാം ദിവസം അതിൻ്റെ മാതാവ് മരണപ്പെട്ടു. അപ്പോൾ അതിൻ്റെ പിതാവ്, ഇതിൻ്റെ വാപ്പ, അയാൾ രണ്ടാമതൊരു വിവാഹം കഴിച്ചു വീണ്ടും. അതിലൊരു കുട്ടിയുണ്ട്. ഈ കുഞ്ഞിന് എല്ലാ ദിവസവും ഉപദ്രവിക്കും. അത് എഴുതിയേക്കുന്നത്, ഇതിൻ്റെ വാപ്പയുടെ പേര് അൻസാർ എന്നാണ്. ഈ രണ്ടാനമ്മയുടെ പേര് ഷെഫീന. രണ്ടാനമ്മ എന്നുള്ളൊരു പേര് തന്നെ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളൂ. രണ്ടാനമ്മ എപ്പോഴും രണ്ടാനമ്മ എന്നായിരിക്കും. പ്രത്യേകിച്ച് അവർക്ക് വേറെ കുട്ടികളുണ്ട്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഒരു സഹോദരനുണ്ടായി ഈ പെൺകുട്ടിക്ക്. അതായത് ഇതിൻ്റെ ഉമ്മ പ്രസവിച്ചല്ലെങ്കിലും ഈ ഷെഫീനയുടെ കുഞ്ഞിനെ അത് അനുജൻ ആയിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് ഈ കുട്ടി. അതിനെ രണ്ടാനമ്മയെ അത് വിളിക്കുന്ന ഉമ്മി എന്നാണ് വിളിക്കുന്നത്. ഇത് പിതാവിനെ വാപ്പി എന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എഴുതിയേക്കുന്നത് നമ്മളൊന്ന് വായിച്ചു നോക്കണം. ഈ കുട്ടിക്ക് അകാരണമായിട്ട് ഉപദ്രവിക്കുമെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഈ ഷെഫീന ഉണ്ടല്ലോ, മനുഷ്യശ്രീയൊന്നുമല്ല ഇതൊക്കെ. ഈ കുഞ്ഞിനെ, ഈ 9 വയസ്സുകാരിയെ ഇതിനെ അടിക്കുന്ന ഇവിടെ കരണത്തൊക്കെയാണ് അടിക്കും. എന്നിട്ട് പോരാത്തത് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും അവളെ ഭർത്താവിനോട്. ഈ ഭർത്താവ് ഉദ്യോഗസ്ഥനുണ്ടല്ലോ, ഈ അൻസാർ എന്ന് പറയുന്ന വൃത്തികെട്ടവൻ, അവൻ ഈ കുഞ്ഞിനെ അടിക്കും ഇത് കേട്ട്. അപ്പോൾ ഇതിന് ദുരിതപൂർണമായ ഒരു ജീവിതമാണ്. സോഫയിലിരിക്കാൻ പാടില്ല, അത് സോഫയിൽ ഇരുന്നുകൂടാ. ബാത്റൂമിൽ അന്നേരം കയറണ്ട, അത് എഴുതിയേക്കുന്നതാണ് അതിനകത്ത്, അവിടെ കയറണ്ട. ഈ കുട്ടി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. അതിൻ്റെ ജീവിതം ഇങ്ങനെ പോയാൽ എന്ത് ചെയ്യും? ഏതായാലും ഇപ്പം രണ്ടും അകത്താവുന്ന ലക്ഷണമുണ്ട്. കാരണം ഈ സ്കൂളിൽ നിന്ന് അധ്യാപകർ പോലീസിൽ സംഭവം റിപ്പോർട്ട് ചെയ്തു, കേസെടുത്തിട്ടുണ്ട്. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇത് വളരെ വലിയ ഒഫൻസാണ് ഈ കമ്മിറ്റ് ചെയ്തേക്കുന്നവർ രണ്ടുപേരും ചെയ്തേക്കുന്നത്. ചൈൽഡ് റൈറ്റ്സ് ആ ആക്ടിൻ്റെ വയലേഷൻ, ജുവനൈൽ ജസ്റ്റിസ് ആക്ടിൻ്റെ വയലേഷൻ തുടങ്ങി ഇത് കുട്ടികളോടുള്ള ക്രൂരത, ഇതെല്ലാം ഇതിനകത്ത് വരും. അപ്പോൾ ഇത് മനുഷ്യ മനസ്സുള്ള ആരെങ്കിലും ചെയ്യുന്ന കാര്യങ്ങളാണോ ഇങ്ങനെ ഒരു കുഞ്ഞിനോട്? അതൊരിക്കൽ അതിൻ്റെ ഒരു പാത്രം, ഈ പാത്രം അവിടെ വെച്ച് മറന്നുപോയി, സ്കൂളിൽ മറന്നുപോയി. അപ്പോൾ അത് ഒരു പാത്രം ചോദിച്ചു കേട്ടോ. അതിന് ആണ് ഒരു കാരണത്തടിച്ചത് ഉണ്ട്. എന്ത് ചോദിച്ചു? ഇത് എന്തായാലും അതിനെ സ്ഥിരമായിട്ട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ശാരീരികമായിട്ടും മാനസികമായിട്ടുമുള്ള പീഡനങ്ങളാണ് ആ കുഞ്ഞ് കേൾക്കുന്നത് കേട്ടോ. അത് കുളിച്ചോണ്ട് നിന്നപ്പോഴും കണ്ട്, ഈ സഹോദരനുമായിട്ടും കണ്ട് വഴക്കുണ്ടായിരുന്നു. അതിനെ കാരണത്തടിച്ചു. എന്ന് വെച്ചാൽ പിള്ളേർ തമ്മിലുള്ള പ്രശ്നങ്ങളല്ലേ, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, അതിനും അടിച്ചു. ഈ കുഞ്ഞിൻ്റെ ദുരിതപൂർണമായ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. ഇത് സാധാരണഗതിയിൽ ഇത് സംഭവിക്കുന്ന എപ്പോഴെന്നറിയാം. ഇതുപോലെ ഈ അമ്മ മരിച്ചുപോയി, അത് ഈ ഭർത്താവ് വേറെ അച്ഛൻ വേറെ കല്യാണം കഴിക്കുന്നു,
അതിൽ കുട്ടി ഉണ്ടാവുന്നു. അപ്പോൾ ഈ ക്രൂരതയുടെ ആക്കം വളരെ കൂടുകയാണ് അവിടെ. അവരെന്നു പറഞ്ഞാൽ ഈ രണ്ടാനമ്മയെന്ന് പറയുന്നുണ്ടല്ലോ, അത് പിന്നെ മനുഷ്യസ്ത്രീ അല്ലാതായിട്ടങ്ങ് മാറും ഈ കുഞ്ഞുങ്ങളെടുത്തോട്ട്. ഇതുപോലെ അച്ഛനമ്മമാർ വേർപിരിഞ്ഞു പോകുന്ന കുഞ്ഞുങ്ങളുണ്ട്. ആ കുഞ്ഞുങ്ങൾ എന്തറിഞ്ഞിട്ടാണ്? ഈ ഭാര്യയും ഭർത്താവും ഡൈവോഴ്സ് ചെയ്ത് അങ്ങ് പോവും. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് പോവുകയാണ്. ഈ കുഞ്ഞുങ്ങളെ ഇത് ഒരാളുടെ കൂടെ കുഞ്ഞ് പോവും. ആ കുഞ്ഞിന് അച്ഛൻ്റെ സ്നേഹവും അമ്മയുടെ സ്നേഹവും വേണ്ടേ? അതതിൻ്റെ അവകാശമല്ലേ? അത് നിഷേധിക്കപ്പെടുകയല്ലേ ചെയ്യുന്നത് അപ്പോഴെല്ലാം. അപ്പോൾ ഇവിടെ വിസിറ്റോറിയൽ റൈറ്റ്സ് ആണ് ഇപ്പോൾ ഉള്ളത്. കാരണം അച്ഛന് വന്ന് ഒരു 2 ദിവസം വന്ന് ആഴ്ചയിൽ ഒരു ദിവസം വന്ന് 2 മണിക്കൂർ നേരം കണ്ടിട്ട് പോവാം കൊച്ചിനെ. എല്ലാം ആയല്ലോ. ആ കുഞ്ഞിന് എന്തെങ്കിലും സ്നേഹം കിട്ടുമോ? അതിന് പിതാവിൻ്റെ സ്നേഹം കിട്ടുമോ? അതുപോലെ പിതാവിനോട് കഴിയുന്ന കുഞ്ഞിനാണെങ്കിൽ മാതാവിൻ്റെ സ്നേഹം കിട്ടുമോ? ഒരിക്കലുമില്ല. അപ്പം ഇത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. ഇതേപോലെ സ്നേഹം നിഷേധിക്കപ്പെടുന്ന, അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന കുഞ്ഞുങ്ങൾ, അവർക്ക് യഥാർത്ഥത്തിൽ നാവില്ല. പക്ഷേ ആ കുഞ്ഞിനെ എഴുതാനറിയാമല്ലോ. അത് എഴുതി. എൻ്റെ അനുഭവം എന്ന തലക്കെട്ട് കൊടുത്ത് അത് എഴുതി. യഥാർത്ഥത്തിൽ അത് കഥയല്ല എഴുതിയേക്കുന്നത്, അതിൻ്റെ ജീവിതമാണ്, അതിൻ്റെ ദുരിതമാണ്, അതിൻ്റെ വേദനയാണ് ആ എഴുതിയേക്കുന്നത്. ആളുകൾ തിരിച്ചറിയണം. ആ അധ്യാപകരോട് എനിക്ക് വളരെ നന്ദിയുണ്ട്, കടപ്പാടുണ്ട്. കാരണം ഇത് റിപ്പോർട്ട് ചെയ്യാനിടയായത്. ഇത് എവിടെ കണ്ടാലും ആര് കണ്ടാലും ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് റിപ്പോർട്ട് ചെയ്യണം, നടപടിയെടുപ്പിക്കണം. അതാണ് വേണ്ടത്.